വിദ്യാഭ്യാസ യോഗ്യതയിൽ വൻ തട്ടിപ്പ്. അൻവർ സാദത്ത് MLA-ക്കെതിരെ പരാതി. വ്യാജ സത്യവാങ്മൂലം നൽകിയെന്ന പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് കോടതി. റിപ്പോർട്ട് ആഗസ്റ്റ് 19-നകം സമർപ്പിക്കാൻ പോലീസ് നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ വ്യാജ സത്യവാങ്മൂലവും വ്യാജരേഖകളും സമർപ്പിച്ചെന്ന ഗുരുതരമായ പരാതിയിൽ ആലുവ MLA അൻവർ സാദത്തിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട ആലുവ മജിസ്ട്രേറ്റ് കോടതി 1. വിഷയവുമായി ബന്ധപ്പെട്ട രേഖകൾ സമഗ്രമായി പരിശോധിച്ച് ഈ മാസം 19-നകം വിശദമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആലുവ SHOയ്ക്ക് കോടതി കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആലുവ ചൂർണിക്കര സ്വദേശിയായ രാഹുൽ KT നൽകിയ ഹർജിയിൽ പ്രാഥമിക പരിശോധന നടത്തിയ ശേഷമാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഈ നിർണായക നടപടി. 2011-16, 2016-21, 2021-26, 2026-31 കാലഘട്ടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് അൻവർ സാദത്ത് സമർപ്പിച്ച സത്യവാങ്മൂലങ്ങളിൽ പരസ്പര വിരുദ്ധമായ വിവരങ്ങളും തെറ്റായ അവകാശവാദങ്ങളുമാണ് അടങ്ങിയിട്ടുള്ളതെന്ന് ഹർജിക്കാരൻ കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ സഹിതം ചൂണ്ടിക്കാട്ടുന്നു. പ്രധാനമായും ജനപ്രതിനിധിയുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലാണ് വലിയ രീതിയിലുള്ള തട്ടിപ്പും ക്രമക്കേടും നടന്നിട്ടുള്ളതെന്നാണ് ഹർജിയിലെ പ്രധാന ആക്ഷേപം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ സമർപ്പിച്ച ഔദ്യോഗിക സത്യവാങ്മൂലത്തിൽ 1993 ആലുവ SNDP ഹൈസ്കൂളിൽ നിന്ന് താൻ SSLC പരീക്ഷ ജയിച്ചിട്ടുണ്ട് എന്നാണ് അൻവർ സാദത്ത് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ തൊട്ടടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നൽകിയ സത്യവാങ്മൂലത്തിലേക്ക് എത്തിയപ്പോൾ 1993 അതേ സ്കൂളിൽ വെച്ച് താൻ SSLC പരീക്ഷയിൽ പരാജയപ്പെട്ടു എന്നാണ് രേഖപ്പെടുത്തിയത്. ഒരു തെരഞ്ഞെടുപ്പിൽ SSLC വിജയകരമായി പൂർത്തിയാക്കിയെന്ന് രേഖപ്പെടുത്തിയ അതേ വ്യക്തി തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ താൻ പരീക്ഷ തൊട്ടതായി മാറ്റി എഴുതിയത് ജനങ്ങളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒരുപോലെ തെറ്റിദ്ധരിപ്പിക്കാനും വ്യാജരേഖ ചമയ്ക്കാനുള്ള കൃത്യമായ ഗൂഢനീക്കമാണെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ ബോധപൂർവം വ്യാജരേഖകൾ നിർമ്മിച്ച് സർക്കാരിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പറ്റിച്ചതിലൂടെ ഭാരതീയ ന്യായ സംഹിതയിലെ മറ്റ് ക്രിമിനൽ നിയമങ്ങളിലെയും ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് അൻവർ സാദത്ത് ചെയ്തിട്ടുള്ളതെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പരാതിക്കാരൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. BNS 335, 336, 337, 338, 339, 40, 341, 342, 344 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ശിക്ഷാർഹമായ വഞ്ചനയും വ്യാജരേഖ ചമക്കലുമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിനു പുറമെ വ്യാജ സത്യവാങ്മൂലങ്ങളുടെയും വ്യാജരേഖകളുടെയും ബലത്തിൽ 2011 മുതൽ ജനപ്രതിനിധിയായി പ്രവർത്തിച്ച് MLA എന്ന നിലയിൽ കൈപ്പറ്റിയ മുഴുവൻ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾക്ക് പുറമെ IT ആക്ട്, കേരള പോലീസ് ആക്ട് എന്നിവയിലെ പ്രസക്തമായ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തി MLA-ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കൃത്യമായ അന്വേഷണം നടത്തണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഉയർന്ന ആരോപണങ്ങളുടെയും കോടതിയിൽ ഹാജരാക്കിയ രേഖകളുടെയും സ്വഭാവം പരിശോധിച്ച ശേഷമാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ പോലീസ് അധികാരികൾക്ക് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പോലീസ് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസിന്റെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക. ഒരു പ്രമുഖ ജനപ്രതിനിധിക്കെതിരായി ഉയർന്ന വ്യാജരേഖ ആരോപണം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തിരികൊളുത്തുമെന്ന് ഉറപ്പാണ്.